എനിക്ക് അദ്ദേഹത്തോട് അത്തരത്തിലൊരു ഇഷ്ടവും ഇല്ല. അത് നിനക്കും നന്നായിട്ട് അറിയാം. എന്നിട്ടോ എന്തിനാ എന്നിങ്ങനെ ബുദ്ധിമുട്ടിക്കുന്നെ? ദയവ് ചെയ്ത് എന്നെ സമാധാനത്തോടെ ജീവിക്കാൻ സമ്മതിക്കണം. നിനക്ക് കൈലാഷിന് ഇഷ്ടമല്ലെന്ന് നീ പറയുന്നുണ്ടെങ്കിലും കൈലാഷ് നിന്റെ അച്ഛന്റെ അമ്മയുടെ അടുത്ത് അവന് വേണ്ടി നിന്നെ പെണ്ണ് ചോദിച്ചു പോയപ്പോ സീതാന്റി നിന്നെ മരുമകളായി എല്ലാവരുടെയും മുമ്പിൽ അവതരിപ്പിച്ചപ്പോഴും നീ ഒന്നും മിണ്ടിയില്ലല്ലോ. നിന്റെ മൗനം എല്ലാരും സമ്മതമായിട്ട് എടുക്കുമെന്ന് നിനക്കും അറിയായിരുന്നു. പിന്നെ എന്തിനാ ഒന്നും അറിയാത്ത പോലെ നീ ഇങ്ങനെ അഭിനയിക്കുന്നത്? ഇത്രയും വലിയൊരു പ്രശ്നം പെട്ടെന്ന് ഇടുത്തി പോലെ തലയിൽ വീണപ്പോ ഞാൻ പേടിച്ചു പോയി. എനിക്ക് എന്ത് ചെയ്യണമെന്നോ എന്ത് പറയണമെന്നോ അറിയാത്ത അവസ്ഥയായി പോയി. അതുകൊണ്ട് മാത്രം ഞാൻ മിണ്ടാതെ നിന്നത്. അതിനെ ആരും സമ്മതമായിട്ട് കണക്കാക്കണ്ട. അതൊക്കെ ഈ വെറുതെ പറയുന്നതല്ലേ. മനസ്സുകൊണ്ട് കൈലാഷിനെ ഇത്രയും പെട്ടെന്ന് കല്യാണം കഴിച്ച് ഈ കെയർ ഫാമിലിയുടെ മരുമകളാകണം എന്നല്ലേ നീ ആഗ്രഹിക്കുന്നത്? അയ്യോ, ഗന്ധർവനും ഇല്ലാത്തതുകൊണ്ട് നിനക്ക് കൈലാഷിനെ കല്യാണം കഴിക്കുന്നതിൽ വേറെ തടസ്സമൊന്നും ഇല്ലല്ലോ. ഗന്ധർവൻ ഇല്ലെന്നാരാ പറഞ്ഞത്? ആ ചുമ്മാ തമാശ പറയല്ലേ പാർവതി. ഞാൻ വെറുതെ പറഞ്ഞതല്ല. ആണോ? എന്നാ പറ, ഗന്ധർവനാരാ?